ഹായ് ഗൈസ്, ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗാണ്. നമുക്കിന്ന് രാവിലെ ഒരു മാച്ച് ഉണ്ടായിരുന്നു, ഫ്രണ്ട്ലി മാച്ച്. നമ്മൾ നേരത്തെ എത്തി, എതിർ ടീം ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കായലിൽ പോകാനുള്ളൊരു പ്ലാനിങ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി നമുക്ക് കായലിലോട്ട് പോകാം. കായലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കായലിൻ്റെ വെളിയിൽ നിന്നുള്ള റോട്ടിൽ നിന്നുള്ള വ്യൂ ആണത്. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തി, താപ്പോട്ട് പോവുകയാണ്. ഇതാണ് നമ്മളെ വെട്ടിക്കിളി, ഡാൻസ് കളിക്കുന്ന വെട്ടിക്കിളി. ഇങ്ങനെ പലതരം പേരുണ്ട് വെട്ടിക്കിളിക്ക്. പെനാൽറ്റി വെട്ടിക്കിളി എന്നൊക്കെ പറയും. പെനാൽറ്റി വെട്ടിക്കിളി ഇന്നലെ എത്തിയ പേരാണ് കേട്ടോ. ഇത് നമ്മളെ ഗോപു. പെനാൽറ്റി വെട്ടിക്കിളി എന്ന് വിളിക്കാൻ കാരണം ഈ മണ്ട ഇന്നലെ 4-4 ആക്കായിരുന്നു. ലാസ്റ്റ് ഒരു പെനാൽറ്റി കിട്ടി. പൊട്ടൻ ചെറുകൈ അത് ഉടനെ അടിച്ച് മാനത്ത് പറത്തി കളഞ്ഞു. അങ്ങനെ നമ്മൾ 4-3 തോറ്റ് കേട്ടാ. അതാണ് പെനാൽറ്റി വെട്ടികളി എന്നിടാനുള്ള കാരണം. ഇതാണ് നമ്മളെ കായൽ. കൊള്ളാമല്ലേ? പിന്നെ ഇതിന് ശേഷം വരുന്ന ഈ വീഡിയോ ഇത് എവിടുന്ന് വന്നെന്നറിയാമോ? നീന്തി വരുന്ന ഞാനാണ്. പിന്നെ നമ്മളെ ബാളുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ വെറുതെ ഇരിക്കത്തില്ലല്ലേ. പിന്നെ ബാള് കൊണ്ടുള്ള പരിപാടികളാണ്. ഇത് നമ്മളെ പക്രമുണ്ടായി. അടുത്ത വരാൻ പോണ ആരാണ്? ഇത് വെട്ടിക്കിളി ക്യാമറമാനൊക്കെ അടിച്ച് ഓട്ടിച്ചു കേട്ടാ. അടുത്ത ഞാൻ തന്നെ. അയ്യോ, അടുത്ത പിന്നെ കായലിൻ്റെ അകത്ത് നിന്നുള്ള വീഡിയോ ആണ്. ഇത് വെട്ടിക്കിളി അടിച്ചത്. അടുത്തത് ഞാൻ തന്നെ. ഇത് നല്ലടി കിട്ടിയായിരുന്നു കേട്ടാ. നമ്മളെ കുന്തളിപ്പൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഫുഡും കഴിച്ച് ഒരു വർക്കുണ്ടായിരുന്നു, ചെറിയൊരു കാറ്ററിങ് കഴിഞ്ഞ് നേരെ വന്ന് കിടന്ന് ഉറങ്ങി. എണീറ്റ് ഷോർട്സ് വലിച്ചു കയറ്റി നേരെ നമ്മളെ ഗ്രൗണ്ടിലോട്ടാണ്. ഇതാണ് നമ്മളെ ഗ്രൗണ്ട്. അവിടെ എല്ലാം കളിക്കുന്നെന്നൊക്കെ പറഞ്ഞാണ് എന്നെ വിളിച്ചുണർത്തിയത്. കിടന്നുറങ്ങി എന്നെ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്തോ ചർച്ച, ഇതെന്തോ പാർലമെന്റ് ചർച്ച കണക്കാണ് ഇവിടെ. എന്തായത് വിളിച്ചുണർത്തിയിട്ട് പിന്നെ വന്നൊരു ഗ്രൗണ്ടിൽ വന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞാണ് കളി തുടങ്ങിയത്. ബാള് കൈയിരിക്കുന്ന അതാണ് നമ്മളെ തത്ത, അടിച്ചത് ആകാശ്. പിന്നെ പെനാൽറ്റി അടിക്കാൻ നിൽക്കുന്ന നമ്മളെ സൂരി, ഗോളിരിക്കുന്ന വെട്ടിക്കിളി. എല്ലാ കോമഡി പേരുകൾ തന്നെ കേട്ടാ. പിന്നെ ഞാൻ ഈ അടിക്കുന്നത് എംബാപ്പെ, വീണ്ടും വെട്ടിക്കിളി. പിന്നെ ഈ അടുത്തതാര്? അത് അച്ചു, വീണ്ടും വെട്ടിക്കിളി. തട്ടിക്കളഞ്ഞ നമ്മളെ പക്രണ്ണാണ് കേട്ടാ. വീണ്ടും എംബാപ്പെ. തത്ത. ഇത് ഗോപു, വാളെടുത്ത ബാക്കിലോട്ടിട്ട ഗോപു ആണ് കേട്ടാ. ഞാൻ ഇവിടെ എന്തൊരു ചെയ്യുന്നല്ലോ, ഇവിടെ കിടന്ന് എന്താണ്ടൊക്കെ ചെയ്യുന്നു. തത്ത ചെറുക ഭയങ്കര കാലിത്തട്ടായിരുന്നു കേട്ടാ ഈ കളി. എന്തരാണ്ടൊക്കെ കിടന്ന് ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അവിടെ നടക്കുന്നില്ല. പക്രണ്ണ വന്നതിന് ശേഷം ഇവരെ ടീം വലുതായടേ. അവന്മാർ നമ്മളെ പറക്കിയിട്ട് അടിയായിരുന്നു. നമുക്ക് ഒരു 1-2 കുറവ് കൂടി ആയതുകൊണ്ട് സുഖം. ഇത് ബാളിരിക്കുന്ന നമ്മളെ ഗോപു അപ്പു എന്നൊക്കെ പറയും. അപ്പു എന്നാണ് പേര്. നമ്മളെ വിളിച്ച് ഗോപു ആക്കി. പിന്നെ ഇത് നമ്മളെ പക്രണ്ണ കൈലി എടുത്തോണ്ട് വരുന്ന പക്രണ്ണ കൈലി എടുത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെ കളിക്കുന്നത്. ബൂട്ടിട്ട ചെറുക്ക സീനാണ്. നമ്മളെ അച്ചു, വീണ്ടും ഗോപു. ഞാൻ എൻ്റെ കിട്ടി. വെട്ടിക്കിളി എംബാപ്പെ. പിന്നെ തത്ത വലിയ കാലിത്തട്ടായിരുന്നു കേട്ടാ. എന്തരാണ്ടൊക്കെ കാണിക്കാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ല കേട്ടോ. ആദ്യം നമുക്കായിരുന്നു ലീഡ്. ഈ പക്രണ്ണ വന്നതിന് ശേഷം നമുക്കൊരാൾ കുറവുമായി. വലിയ കാലിത്തട്ടാക്കി കളഞ്ഞ കളി. ഗോള് അടിക്കാൻ പറ്റിയില്ല. ഈ വെട്ടിക്കിളിയും ഗോപുവും പക്രണ്ണ ഒരു ഗോള്. എന്തൊക്കെയൊക്കെ കാണിക്കുന്നതെന്തോ. കൈലി കൊടുത്തോണ്ട് വന്നപ്പോൾ തന്നെ ഇങ്ങനെ കാര്യം. ഇത് നമ്മളെ ഗോപു. ഇത് വെട്ടിക്കിളി അടിപൊളി ഗോളായിരുന്നു കേട്ടാ. ആകാശ് അടിയും കൊണ്ട് അവിടെ ഇരുന്ന്. ഇപ്പൊ തന്നെ അവരൊക്കെ 8-9 നമുക്ക് ഒരു 8 ഗോളാണ്ടുണ്ട് കേട്ടാ. അത്ര ഈ കൈലിയൊക്കെ എടുത്ത് കോമഡി തന്നെ.
എന്തുകൊണ്ടൊക്കെ കാണിക്കാൻ നോക്കി നമ്മൾ, പക്ഷെ ഒരു വകുപ്പ് നടന്നില്ല കേട്ടാ. ഞാനും കുറേയൊക്കെ ശ്രമിച്ചു, പക്ഷെ ഒരു രക്ഷയില്ല. ഈ തത്തയും എംബാപ്പയും വിഷയമായിരുന്നു. ഇത് നല്ല ഗോളായിരുന്നു കേട്ടോ, ഗോകുവിൻ്റെ സൂപ്പർ ഗോളായിരുന്നു. വെട്ടിക്കളിയിൽ ഇനി വേറൊരു ഗോളുണ്ട് കേട്ടോ, അത് കഴിഞ്ഞ ഇല്ല കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞില്ലല്ലേ, കഴിഞ്ഞെന്ന് തോന്നുന്നു. ഈ ഓട്ടത്തിൽ ഞാൻ നേരെ എത്തിയത് പാറേക്കാവ് അമ്പലത്തിൻ്റെ ഉത്സവത്തിൽ തന്നെയാണ് വന്നിരുന്നത്. ഉത്സവം ഇന്ന് ലാസ്റ്റ് ഉത്സവമാണ്. ഇതെന്തരി ഇത് മറ്റേ സംഭവം, മറ്റേ റോട്ടിൽ കൂടെ പോണ വള്ളം. അമ്പലത്തിലെ ഉത്സവം അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഇതിൻ്റെ മേളിൽ നമ്മൾ അബിയാണ് കേട്ടാ, എൻ്റെ ഒരു പഴയ കൂട്ടുകാരനാണ്. ഇവിടെ എല്ലാവരും ഓണാണ്. ഉത്സവം അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഗാനമേളയും അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷെ നമുക്ക് കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ ഇതെന്തോ ഓപ്പറിനകത്ത് സാധനമൊന്നുമില്ല കേട്ടാ, പുക മാത്രമേ ഉള്ളൂ. പിന്നെ നേരെ നമ്മൾ ടർഫിൽ ചെറിയൊരു കളി ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടെ പോയി. ഗാനമേള അത്യാവശ്യം കൊള്ളായിരുന്നു, എന്നാൽ മതിയായിരുന്നു. ടർഫിൽ പോയി കളിയും കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നിറങ്ങി ഉറങ്ങി.